ഹായ്, എല്ലാവർക്കും നമസ്കാരം. വലിയപറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കളമശ്ശേരി എയർപോർട്ട് സീപോർട്ട് റോഡിനും മെട്രോ സ്റ്റേഷനും അടുത്തായി മനോഹരമായിട്ട് നിർമ്മിച്ച ഒരു വില്ല പ്രൊജക്റ്റിലുള്ള ഒരു വില്ല. 4 സെൻറ്റ് സ്ഥലത്ത് 2100 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളുള്ളതാണ് ഈ മനോഹരമായിട്ടുള്ള വീട്. ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വില്ല പ്രോജക്റ്റ് വരുന്നത്. ഏകദേശം 40ഓളം വില്ലകൾ വരുന്ന ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ഒരു വില്ലയാണ് ഇത്. വീടിൻ്റെ മുന്നിലായി വരുന്നത് ഈ കാണുന്ന 4 മീറ്റർ വിട്ടുള്ള ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന റോഡുകളാണ്. ഗേറ്റ് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലുമായിട്ട് നൽകിയിട്ടുണ്ട്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഈ വീട്ടിൽ നിന്ന് വരുന്ന ദൂരം ഏകദേശം 8 കിലോമീറ്ററാണ്. എയർപോർട്ട് സീപോർട്ട് റോഡിലേക്ക് 1 കിലോമീറ്ററുമാണ് അകലം വരുന്നത്. വീടിൻ്റെ മുറ്റത്തേക്ക് വരുമ്പോൾ മുറ്റത്ത് കടപ്പ കല്ലുകളാണ് വിരിച്ചിരിക്കുന്നത്. അതിനിടയിലായിട്ട് സിന്തറ്റിക് ഗ്രാസും കൊടുത്തിട്ടുണ്ട്. ഒരു കവേർഡ് കാർ പാർക്കിംഗ് സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കിണർ വെള്ളം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്കിവിടെ KWA വാട്ടർ കണക്ഷനും ലഭ്യമായിട്ടുണ്ട്. മഹാഗണിയും ആഞ്ഞിലിയുമാണ് ഈ വീടിൻ്റെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. വീടിന് ചുറ്റും നടക്കുന്നതിനായി അത്യാവശ്യം സ്പേസ് കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് ആണ് നൽകിയിരിക്കുന്നത്. വളരെ മികച്ച ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്ററാണ് ദൂരം. അതുപോലെ തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന ദൂരം 2 കിലോമീറ്ററാണ്. സീപോർട്ട് റോഡിലേക്ക് 1 കിലോമീറ്റർ ദൂരമുണ്ട്. മെട്രോ സ്റ്റേഷനിലേക്ക് ഏകദേശം 3 കിലോമീറ്ററാണ് അകലം വരുന്നത്. അപ്പോൾ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ വളരെ മികച്ച രീതിയിൽ നിർമ്മിച്ച മനോഹരമായിട്ടുള്ള ഒരു വീട്. നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ തന്നെയാണ് ഈ വില്ല വരുന്നത്. വീടിന് മുന്നിലായി വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ 4 മീറ്റർ റോഡ് തന്നെയാണ്. വീടിന് ചുറ്റുമുള്ള കാര്യങ്ങൾ ഏകദേശം നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോകാം. അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റ് ഔട്ടാണ്. ഗ്രാനൈറ്റാണ് സിറ്റ് ഔട്ടിൽ നൽകിയിരിക്കുന്നത്. ഒരുപാട് വലിപ്പമുള്ള സിറ്റ് ഔട്ടല്ല, ചെറിയൊരു സിറ്റ് ഔട്ട് നൽകിയിരിക്കുന്നു. സിറ്റ് ഔട്ടിൽ ഒരു പില്ലർ വരുന്നുണ്ട്. അവിടെ ക്ലാഡിംഗ് സ്റ്റോണുകളാണ് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിലും ഫോൾ സീലിംഗ് വർക്കുകൾ ചെറിയ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് മെയിൻ ഡോർ. 2 പാളികളായി തുറക്കാവുന്ന രീതിയിൽ മനോഹരമായിട്ടുള്ള ഡിസൈനുള്ള ഒരു മെയിൻ ഡോർ. മെയിൻ ഡോർ തുറന്ന് നമുക്ക് അകത്തേക്ക് വരുമ്പോൾ ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഒരു വശത്തായിട്ട് 3 പാളി ജനൽ വരുന്നുണ്ട്. ഓപ്പോസിറ്റ് സൈഡിലും അതേപോലെയുള്ള ജനൽ നൽകിയിട്ടുണ്ട്. ജനലുകൾക്കെല്ലാം പാനലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. മൾട്ടിവുഡിലാണ് TV യൂണിറ്റിൻ്റെ നിർമ്മാണം. 4x2 വെട്രിഫൈഡ് ടൈലുകളാണ് ഫ്ലോർ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കുകളും ഇവിടെ നല്ല രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. പ്രൊഫൈൽ LED കൂടുതൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ലിവിംഗ് സ്പേസിന് ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഏരിയയും. ഡൈനിങ് ഏരിയയിലേക്ക് പോകുമ്പോൾ ഒരു ആർക്കി ഡ്രൈവ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് CNC മെഷീനിൽ കട്ട് ചെയ്ത ഒരു ഡിസൈൻ വർക്കും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഡൈനിങ് ഏരിയ. അത്യാവശ്യം നല്ല വലിപ്പമുള്ളത് തന്നെയാണ് ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. അതിനടിയിലായിട്ട് നമുക്ക് ഇൻവെർട്ടർ വയ്ക്കാനുള്ള ഓപ്ഷനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 3 ഫേസ് കണക്ഷനാണ് ഈ വീട്ടിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ലൂവേഴ്സ് എല്ലാം കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകൾ, ഒരു ഹാള്, പിന്നെ നമുക്ക് യൂട്ടിലിറ്റി സ്പേസ്, ബാൽക്കണി എന്നിവയാണ് വരുന്നത്. ഇവിടെ വാഷ് ബേസിന് വേണ്ടിയിട്ട്, വാഷ് കൗണ്ടറിന് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗ്രാനൈറ്റ് ആണ് വരുന്നത്. സെറയുടേതാണ് വാഷ് ബേസിൻ. ക്ലാഡിംഗ് ടൈലുകൾ ഒട്ടിച്ച് മനോഹരമാക്കിയിരിക്കുന്ന ഒരു ഭാഗവും നമുക്കവിടെ കാണാം. അവിടെ ഒരു മിററും കൊടുത്തിട്ടുണ്ട്. ഇതാണ് കിച്ചൺ. കിച്ചൻ്റെ ഫ്ലോറിൽ വുഡൻ ഡിസൈനുള്ള ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. L ഷേപ്പിലുള്ള ടേബിൾ ടോപ്പ് ഒരുക്കിയിട്ടുണ്ട്. അത് വൈറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത്. അതിന് മുകളിലെ വാൾ ടൈലുകളും വൈറ്റ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഗ്രേ കളറിലുള്ള കബോർഡുകൾ കൊടുത്തിരിക്കുന്നു. വൈറ്റും അതിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. കിച്ചണിലും ഫോൾ സീലിംഗ് വർക്കുകൾ കൊടുത്തിരിക്കുന്നതായി കാണാം. കബോർഡുകൾക്ക് വരുന്നത് പ്രൊഫൈൽ ഹാൻഡിലുകളാണ്.
കിച്ചൺ വിൻഡോകളും നൽകിയിട്ടുണ്ട്. കിച്ചന് പുറമെ നമുക്കൊരു വർക്ക് ഏരിയ സ്പേസ് കൂടി ഈ വീടിന് അവൈലബിൾ ആയിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണം നടക്കുന്നതേയുള്ളൂ. ഇവിടെയാണ് വർക്ക് ഏരിയ സ്പേസ് വരുന്നത്. അപ്പോൾ കിച്ചൻ്റെയും വർക്ക് ഏരിയയുടെയും വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പോകേണ്ടത് താഴത്തെ നിലയിലുള്ള ബെഡ്റൂമിലേക്കാണ്. ഇതാണ് ബെഡ്റൂം. ഇരുവശത്തും ജനലുകൾ വരുന്നുണ്ട്. 3 പാളിയുള്ള ജനലുകളാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ് ഈ ബെഡ്റൂം. ഇവിടെ വാർഡ്രോബ് കാണാം. മൾട്ടിവുഡിലാണ് വാർഡ്രോബ്. ടൈലുകളെല്ലാം സെയിം തന്നെ. ലിവിങ് സ്പേസിലും ഡൈനിങ് സ്പേസിലും ഉപയോഗിച്ച ടൈലുകൾ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. പ്രൊഫൈൽ LED ഉപയോഗിച്ചുള്ള ഫോൾ സീലിംഗ് വർക്കും നമുക്കിവിടെ കാണാവുന്നതാണ്. ബാത്റൂമിൻ്റെ ഡോറുകളെല്ലാം ഫൈബർ ഡോറുകളാണ് നൽകിയിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യവുമുണ്ട്. ഇതാണ് ബാത്റൂം. 2 ഡിഫറെൻറ്റ് കളറിലുള്ള ടൈലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാത്റൂം തന്നെയാണിത്. ഇനി നമ്മൾ പോകുന്നത് 2ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഇതാണ് 2ാമത്തെ ബെഡ്റൂം. നേരത്തെ കണ്ട ബെഡ്റൂം പോലെ തന്നെയുള്ള ഡിസൈൻ തന്നെയാണ് വരുന്നത്. ഒരു ഡ്രസ്സിങ് ഏരിയ കൂടി വാർഡ്രോബിൻ്റെ കൂടെ വരുന്നുണ്ട് എന്ന് മാത്രം. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെന്റിലേഷന് വേണ്ടി ജനലുകൾ, വലിയ ജനലുകളാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂം വരുന്നത് ഇവിടെയാണ്. ഒരു ഗ്രേ കളറും വൈറ്റ് കളറും അടങ്ങുന്നതാണ് ബാത്റൂം ടൈല്. അപ്പോൾ താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ ഏകദേശം നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. റൈസറായി ടൈലാണ് വരുന്നത്. ഹാൻഡ് റെയിൽ സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ അപ്പർ ലിവിങ് ഏരിയയാണ്. ഇതാണ് അപ്പർ ലിവിങ് ഏരിയ. അത്യാവശ്യം വലിപ്പമുള്ളതാണ് അപ്പർ ലിവിങ് സ്പേസ്. ഒരു ഭാഗത്തായിട്ട് TV യൂണിറ്റ് ഒരുക്കിയിട്ടുണ്ട്. അത് മൾട്ടിവുഡിലാണ് നൽകിയിരിക്കുന്നത്. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്കുകൾ കാണാം. ഇരുവശത്തും ജനലുകൾ വരുന്നുണ്ട്. അപ്പർ ലിവിങ് സ്പേസിൽ നിന്ന് നമുക്ക് 2 ബെഡ്റൂമിലേക്കും യൂട്ടിലിറ്റി സ്പേസിലേക്കും ബാൽക്കണിയിലേക്കും പ്രവേശിക്കാനുള്ള ഡോറുകൾ കൊടുത്തിട്ടുണ്ട്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഈ വീട്ടിൽ നിന്നും 8 കിലോമീറ്റർ ദൂരമുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 40ഓളം വില്ലകൾ വരുന്ന ഒരു കമ്മ്യൂണിറ്റിയുമാണിത്. ഇവിടെ കിണർ വെള്ളം ലഭ്യമായിട്ടുണ്ട്. KW വാട്ടർ കണക്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ആലുവയിലേക്ക് പോകുന്നതിനും പെരുമ്പാവൂർക്ക് പോകുന്നതിനും കളമശ്ശേരിക്ക് പോകുന്നതിനും എല്ലാം എളുപ്പമാണ്. എയർപോർട്ടിലേക്ക് നമുക്കൊരു 20 മിനിറ്റിനുള്ളിൽ ഇവിടെ നിന്ന് എത്തിച്ചേരാനാവുന്നതാണ്. വളരെ മികച്ച രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നതാണ് ഈ വില്ല. ഇനി ഇവിടെ നമുക്ക് 3 വില്ലകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം ഇതാണ്. സെയിം ടൈപ്പ് ടൈലുകൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിൻ്റെ കാര്യത്തിൽ വേറെ വ്യത്യാസങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലാണ്. അത്യാവശ്യം വലിപ്പമുള്ള യൂട്ടിലിറ്റി സ്പേസ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് ബാൽക്കണി വരുന്നത്. ഇവിടെ ഒരു പില്ലർ വരുന്നുണ്ട്. ക്ലാഡിംഗ് സ്റ്റോണുകൾ നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിലായിട്ട് സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിരിക്കുന്നു. 4 സെൻറ്റ് സ്ഥലത്ത് 2100 സ്ക്വയർ ഫീറ്റിൽ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്ന ഈ വില്ലയുടെ വില 85 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. വീട് കാണാനായിട്ട് ഞങ്ങളുടെ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ. കാണാം. നന്ദി, നമസ്കാരം.